now let's speak of some of the surgeries that require the bypass machine. So one is the valve repair or replacement of valves. Valve ഏതൊക്കെയാണ്? സെമി ലൂണാർ valves ആണ് ഹാർട്ടിലുള്ളത്. that is your pulmonic valve and your aortic valve, your mitral valve and your tricuspid valve. These all four valves are there which requires, if they require repair or replacement. So അങ്ങനെ റിപ്പയറിങ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദീസ് വാൽവ്സിന് സർജറി റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോപൾമണറി ബൈപ്പാസ് മെഷീൻ ഇസ് റിക്വയർഡ്. ഇനി ഒരു കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, ദറ്റ് ഇസ് CABG. കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന ആർ ആർട്ടറീസ് ദാറ്റ് സപ്ലൈ ദി they are blood vessels that supply the oxygen to the muscles of the heart. സോ ഈ ആർട്ടറീസിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ട്രിപ്പിൾ വെസൽ ഡിസീസസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വെസൽസിനെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്, ബൈപ്പാസ് ആ ക്ലോട്ടിൻ്റെ അവിടെ നിന്ന് ബൈപ്പാസ് ചെയ്തിട്ട് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് തിരിച്ച് മസിൽസിൽ നിന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ പ്രൊസീജിയർ, വി വിൽ ടോക്ക് ഡീറ്റെയിൽഡ് അബൌട്ട് എവറി പ്രൊസീജിയർ. ഇങ്ങനത്തെ CABG കണ്ടീഷൻസിലും സർജറി ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റഡ് ആകുമ്പോൾ they require these bypass machines so that the heart will become a bloodless and non beating ആയിട്ടുള്ളൊരു ഹാർട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് these bypass machines are required. ഇനി the third criteria അല്ലെങ്കിൽ indication for bypass machine is grafting or repair of coarctation of aorta. What do you mean by coarctation of aorta? Where ഈ അയോട്ടയ്ക്ക് ഒരു പേറ്റൻസി, ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി ബ്ലഡ് വെസൽ, ആർട്ടീരിയൽ ബ്ലഡ് വെസലിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഡയമീറ്ററിൽ ബിഗ് ആയിട്ടിരിക്കുന്ന ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ്. ഈ അയോട്ടയ്ക്ക് അതിൻ്റെ ഡയമീറ്ററിൽ നാരോവൈസേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ that is called as coarctation of aorta. I will show you a diagram of that. See, this is the diagram of a coarctation of aorta. See, നിങ്ങൾക്ക് ഇവിടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും ഈ ഡിഫക്റ്റ്. ഇവിടെ ഒരു നാരോയിങ് ഉണ്ടാവുകയാണ്. നമ്മുടെ അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട ഡിസെൻഡ് ചെയ്യുന്ന ആ ടൈമിൽ ഇവിടെ ഒരു നാരോവൈസേഷൻ ഓഫ് ദി അയോട്ട വരുന്ന ഇസ് കോൾഡ് ആസ് coarctation ഓഫ് അയോട്ട. ഇനി വേറെ ഒരു ഡയഗ്രം കൂടെ കാണും. ഇവർ ഈ പ്രൊസീജിയർ എന്താണ് ചെയ്യുന്നത്? അലോങ് വിത്ത് coarctation ഓഫ് അയോട്ട, PDA, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, ദാറ്റ് ഇസ് യുവർ പൾമണറി വെയിനും അയോട്ടയും തമ്മിൽ ഒരു ഫ്യൂഷൻ നടക്കുക, ദ പേർപ്പിൾ വൺ. ഓക്കെ, ഈ പേർപ്പിൾ ആയിട്ടുള്ള ഈ ഒരു കണക്ഷനും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ coarctation along with PDA എന്ന് പറയും. അത് ചെയ്യുമ്പോൾ what they do is ഈ ബ്ലാക്ക് ലൈനിങ് കണ്ടില്ലേ, അവിടുന്ന് അവർ ഈ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്ന ഏരിയനെ അവർ ആദ്യം അതിന് പ്രോക്സിമൽ എൻഡ്, അയോട്ടയുടെ പ്രോക്സിമൽ എൻഡ് താഴെ അയോട്ടയുടെ ഡിസ്റ്റൽ എൻഡും കൂടെ ക്ലാമ്പ് ചെയ്യും. ആൻഡ് ഈ പൾമണറി വെയിനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം അവർ സൂച്ചർ ചെയ്ത് അതിനെ ഒറ്റ ഒരു ട്യൂബായിട്ട് മാറ്റും. ആൻഡ് ഈ ബ്ലാക്ക് ലൈനിങ്സ്, ദറ്റ് ഇസ് ദി അപ്പർ പാർട്ട് ആൻഡ് ദി ലോവർ പാർട്ട് ഓഫ് ദി നാരോവൈസ്ഡ് അയോട്ട, അതിനെ കട്ട് ചെയ്തിട്ട് അതിനെ റീസ്റ്റിച്ച് ചെയ്തിട്ട് ഈ ലാസ്റ്റ് ഫിഗറിൽ, താഴെ കിടക്കുന്ന ലാസ്റ്റ് ഫിഗറിൽ ഈ ഒരു ഫോമാറ്റിൽ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യും. സോ ഈ coarctation ഓഫ് അയോട്ട എന്നുള്ള ഒരു കണ്ടീഷൻ വന്നാലും it is indicative for a cardiopulmonary bypass machine. Now the next condition is tetralogy of Fallot. Tetralogy of Fallot എന്ന് പറയുന്നത് 4 കണ്ടീഷൻസ് അറൈസ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I will show you a diagram. 1 minute. See, this diagram with 1, 2, 3, 4 മാർക്ക് ചെയ്തിരിക്കുന്നത്, this is tetralogy of Fallot. First is pulmonary stenosis. ഈ പൾമണറി വെയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ വാൽവിൻ്റെ അവിടെ അതിന് സ്റ്റിനോസിസ്
ഉണ്ടാവുകയാണ്. ദാറ്റ് ഇസ് നാരോയിങ് ഓഫ് ദി പാസേജ് ഓഫ് ദി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി വെയിനിലോട്ട് പോകേണ്ടത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആ വെയിനിൻ്റെ അറ്റത്ത് നാരോയിസേഷൻ നടക്കുകയാണ് ആൻഡ് പ്രോപ്പർ pushing of the blood is not happening. So that pulmonary stenosis along with ventricular septal defect. See the second part where your ventricular septum is not attached. അതിനൊരു കണക്ഷൻ വരുന്നില്ല. So your oxygenated and your deoxygenated blood is getting mixed. So അങ്ങനെ ഒരു മിക്സ്ചർ വരുമ്പം the patient will not get proper oxygenation to their body. They will be having central cyanosis, that is whole body cyanosis typical ആയിട്ട് കാണിക്കും when there is VSD. The third condition is dextroposition of your aorta. Aorta ശരിക്കും കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ട് വരേണ്ടതിന് പകരം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഡെക്സ്ട്രോപൊസിഷൻ ഓപ്പോസിറ്റ് പൊസിഷനിലോട്ട് വരുന്നതിനാണ് ഡെക്സ്ട്രോപൊസിഷൻ ഓഫ് അയോട്ട എന്ന് പറയുന്നത്. അലോങ് വിത്ത് റൈറ്റ് വെൻട്രിക്കിൾ. ദ ഫോർത്ത് വൺ ഇസ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഈ 4 കണ്ടീഷൻസ് കൺജനൈറ്റൽ ഡിഫക്റ്റ് ആണ്. ആ കൺജനൈറ്റൽ ഡിഫക്റ്റിൽ ഈ ദ ഹാർട്ട് ഇസ് നോട്ട് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ് പ്രോപ്പർലി ആൻഡ് ഈ 4 കണ്ടീഷൻസ് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് അതിനെ ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് വിളിക്കുന്നത്. Now the last indication for this cardiopulmonary bypass machine is heart transplant, where you totally transplant the patient's lung for another recipient person's heart. Sorry, lung alla heart. So these are all the indications for when your cardiopulmonary bypass machine is required. Now there are